ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓൾ മലയാളി പാസ്റ്റേഴ്സ് ആൻഡ് ബിലീവേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ ഈ ശനിയാഴ്ചയുടെ സന്ധ്യാസമയവും ദൈവവചനം ശ്രദ്ധിക്കുവാൻ വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഭാഗം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ്. അതിൻ്റെ 1 മുതൽ 1-2 വാക്യങ്ങൾ ചില 2 ആഴ്ചകൾക്ക് മുമ്പ് നമുക്ക് ചിന്തിപ്പാനിടയായി. അത് ജീവനുള്ള ആരാധന എന്നുള്ളതായിരുന്നു. 3 മുതൽ 8 വരെയുള്ളതായ 2-ാമത്തെ ഭാഗം ദൈവം തന്നിരിക്കുന്നതായ കൃപകൾ കൊണ്ട്, കൃപാവരം കൊണ്ട് കർത്താവിനെ സേവിക്കുക, ആരാധിക്കുക എന്നുള്ളതായിരുന്നു. 3-ാമത്തെ ഭാഗമായിരിക്കുന്നതായ 9 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നതായ ആ ഭാഗമാണ്. ഈ വചനഭാഗം ഇന്ന് ഞാൻ സംസാരിക്കുന്നതായ വചനഭാഗം യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിച്ചിരിക്കുന്നതായ ദൈവമക്കൾക്ക് ഉള്ളതായ വചനങ്ങളാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗത്ത് പറയുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരിൽ യഥാർത്ഥമായ രക്ഷാനിർണയം പ്രാപിക്കാത്തതായ ആളുകളും ഈ വചനം കേൾക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയൂടെ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടിതാവും സകലത്തിൻ്റെയും ദൈവവുമായ ഏകദൈവം സകല മനുഷ്യരെയും അവൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരു സത്യം ഈ സന്ധ്യാസമയത്ത് ഞാൻ വിളിച്ചു പറയുകയാണ്. യേശുക്രിസ്തു മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നിത്യനരകത്തിന് യോഗ്യരായിത്തീർന്നതായ മനുഷ്യരെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമെന്നുള്ള നിലയിൽ കാൽവരി ക്രൂശിൽ പാപപരിഹാര ബലിയായി തീരുകയും ചെയ്തു. അത് വിശ്വസിക്കുന്നതായ ഏവർക്കും സൗജന്യമായി നിത്യനരകത്തിൽ നിന്നുള്ളതായ രക്ഷ ദാനമായി നൽകി നിത്യരക്ഷ മനുഷ്യവർഗത്തിന് കർത്താവ് നൽകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇതുവരെയും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതവും ഹൃദയവും സമർപ്പിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ധ്യാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് വചനം ഇവിടെ അറിയിച്ചതാണ്. യേശുക്രിസ്തുവിൽ കൂടെ ആ രക്ഷ കരസ്ഥമാക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. തുടർന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചതായ ദൈവമക്കൾ, അതായത് ക്രിസ്ത്യാനികൾ അനുഷ്ഠിക്കേണ്ടതായ, ആചരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഒരു 14 കൂട്ടം കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ചുരുക്കമായി നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പല നിലയിൽ ഉള്ള ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെന്നാണ്. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ടുള്ളവരുണ്ട്, ജന്മം കൊണ്ട് അല്ലെങ്കിൽ അംഗത്വം എടുത്തതുകൊണ്ട് ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന, യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് അവനെ അനുഗമിക്കുന്നതായ ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതായ ഉദ്ദേശമാണ് ഇന്നത്തെ ദൂതിൽ എനിക്കുള്ളത്. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകിയാൽ ഞാൻ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നതിനേക്കാളും ഏറ്റവും ശക്തമാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവിടെ വായിക്കുന്നു, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ,
തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി അനുസരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച്, പ്രായോഗിക ജീവിതത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർപ്പിച്ച് ഉണർത്തിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഒന്നാമതായിട്ട് പറയുകയാണ്, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. സ്നേഹം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. മറ്റുള്ളവരാൽ തങ്ങൾ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് സ്നേഹിക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ച് 10 കൽപ്പനകൾ യഹോവയായ ദൈവം നൽകിയെങ്കിലും യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതായിരുന്നു ആ കൽപ്പന. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു സ്ഥാപിച്ചതായ അല്ലെങ്കിൽ യേശുക്രിസ്തു കൽപ്പിച്ചതായ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും വളരെ ആചരിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹത്തിനകത്ത് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, സ്നേഹം വ്യാജമില്ലാത്തതായിരിക്കട്ടെ, നിർവ്യാജമായിരിക്കട്ടെ. അപ്പോസ്തലൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? സ്നേഹം ഭാവിക്കാം, പ്രകടിപ്പിക്കാം, സ്നേഹിക്കാതെ തന്നെ സ്നേഹിക്കുന്നുവെന്ന് വരുത്തി തീർക്കാം. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും അരുത്. സ്നേഹം വ്യാജമില്ലാത്തതായിരിക്കണം, നിർവ്യാജ സ്നേഹമായിരിക്കണം. അതായത് ഒരുവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഹൃദയംഗമായി സ്നേഹിക്കുന്നതായ സ്നേഹമായിരിക്കണം എന്നാണ് അപ്പോസ്തലൻ ആയ പൗലോസോട് പറയുന്നത്. രണ്ടാമതോടെ പറഞ്ഞിരിക്കുന്നത്, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേർന്നുകൊള്ളുക. ഒരു ക്രിസ്തീയ വിശ്വാസി ദോഷമായിട്ടുള്ളതിനെ, തീയതിനെ വെറുക്കേണ്ടതാണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. തീയതിനെ വെറുക്കുക, നല്ലതിനോട് പറ്റിക്കൊള്ളുക. എന്തെല്ലാമാണ് തീയത്, എന്തെല്ലാമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് തന്നെ മനസ്സിലാക്കി കൊടുക്കും, അവരുടെ അന്തരാത്മാവിൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തീയത് എന്താണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുവോ അത് നമ്മുടെ മനസാക്ഷിക്ക് ബോധ്യം വരുന്നത് അനുസരിച്ച് അതിനെ വെറുക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം അനേക അപ്പോസ്തലന്മാരിൽ കൂടെ, ലേഖനങ്ങളിൽ കൂടെ, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളിൽ കൂടെ തീയതെന്താണ് നല്ലതെന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീയതായിട്ടുള്ള കാര്യങ്ങളെ വെറുക്കുക, നല്ലതിനോട് പറ്റിച്ചേർന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് പറയുന്നത്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. സഹോദര പ്രീതി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച്
യേശുക്രിസ്തു പറഞ്ഞതായ ഒരു പ്രയോഗം ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ സഹോദരന്മാരാകുന്നു. യേശുക്രിസ്തുവിൻ്റെ കൂട്ടു സഹോദരന്മാരാണ് തന്നെ അനുഗമിക്കുന്നതായ തൻ്റെ മക്കളെല്ലാവരും. ആ സഹോദരന്മാരും തമ്മിൽ ആരാകുന്നു? അവർ സഹോദരന്മാരാകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നതുപോലെ നാം എല്ലാവരും തമ്മിൽ ബന്ധിക്കപ്പെട്ടവരാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ സഹോദരന്മാരാണ്. ആ സഹോദരന്മാർ എന്നുള്ളതായ പ്രീതി നമ്മൾക്കുണ്ടായിരിക്കണം. അന്യോന്യം ആ സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. എന്നിട്ട് തമ്മിൽ സ്ഥായി പൂണ്ട് അവരുടെ അനുകമ്പയോടുകൂടെ തമ്മിൽ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ബഹുമാനം സ്വീകരിപ്പാനാണ് പലർക്കും ആഗ്രഹമുള്ളത്. എന്നാൽ ബഹുമാനം കൊടുക്കുവാൻ കൂടെ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കാളും ഉന്നതന്മാരെ, നമ്മളെക്കാളും വലിയവരെ നമ്മൾ ബഹുമാനിക്കും. എന്നാൽ എളിയവരെ കൂടെ ബഹുമാനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അന്യോന്യം ബഹുമാനിക്കുന്നതിൽ നമ്മൾ മുന്നിട്ട് നിന്നുകൊള്ളണം. ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് ബഹുമാനം ലഭിപ്പാനും ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നാലാമതായിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സേവിക്കുക എന്ന് പറയുമ്പോൾ ദൈനംദിനമായി തുടർന്നുകൊണ്ടിരിക്കേണ്ടതായ ഒരു കാര്യമാണത്. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനായിരുന്നതായ ഏലിയാവ് പറഞ്ഞതായ ഒരു വചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ യഹോവയായ ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന, അതായത് ഞാൻ സേവയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന, അതായത് അത് ഒരു വിഘ്നം കൂടാതെ ഞാൻ സേവിച്ചു വരുന്നവനായ യഹോവ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അഞ്ചാമതായിട്ട് പറയുന്നത്, ആശയിൽ സന്തോഷിപ്പീൻ എന്നാണ് മലയാളം ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രത്യാശയിൽ സന്തോഷിപ്പീൻ. എന്താണ് നമ്മുടെ പ്രത്യാശ? തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, ആ ക്രിസ്തു നിങ്ങളിൽ. ഇതാണ് തിരുവെഴുത്ത് പറയുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. ആ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നതായ പ്രത്യാശാ വിഷയങ്ങൾ എന്തെല്ലാമാണ്? ലോകത്തിലുള്ളതായ സകല മതങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യാശ തരുന്നതായ ഒരു മതമെന്ന് ലോകം പറയുന്നു. ക്രിസ്തീയ മതമല്ല, ക്രിസ്തുവിൻ്റേത് മാർഗമാണ്. എങ്കിലും ലോകം പറയുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ്, മറ്റു മതങ്ങളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഒരു പ്രത്യാശ തരുന്നതായ ഏകമാർഗം അത് ക്രിസ്തീയ മാർഗമാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ മാർഗം തരുന്നതായ പ്രത്യാശ എന്താണ്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനെ ദൈവം ദാനമായി നൽകി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്ക് ഇഷ്ടം പോലെ അനേകമായി തന്നിട്ടുണ്ട്. മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നമ്മളെ നിറച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ 100 മടങ്ങായിട്ടുള്ള പ്രതിഫലവും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും തരാമെന്നുള്ളതായ വാഗ്ദത്വമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാൽ ഒരു നിത്യത ഉണ്ടെന്നുള്ളതായ ഒരു വലിയ വാഗ്ദത്തമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതായ പെസഹാനന്തര പ്രഭാഷണത്തിൽ പറഞ്ഞതായ ഒരു വചനം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാലോ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ അയച്ചു. ആരാണ് പരിശുദ്ധാത്മാവ്? തൃത്വത്തിൽ മൂന്നാമനായ ആ വ്യക്തി ആളത്വമായി നമ്മോടൊപ്പം ഇരുന്ന് നമ്മളെ നടത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ പിതാവ് നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നു. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ളതായ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്ന് ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം തന്നിരിക്കുകയാണ്. ഈ പ്രത്യാശ
ലോകത്തിലുള്ള മറ്റൊരു ജാതിക്കും മറ്റൊരു മതത്തിനും മറ്റൊരു മാർഗത്തിനും ഇല്ലെന്നുള്ളതാണ് ബൈബിൾ നൽകുന്നതായ ആ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ആശയിൽ, ഈ പ്രത്യാശയിൽ നിങ്ങൾ എന്ത് ചെയ്യുവീൻ? സന്തോഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്നതായ പ്രത്യാശ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആറാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് കഷ്ടത മാറിപ്പോകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവർക്ക് കഷ്ടമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ എല്ലാം മാറും. കഷ്ടം മാറും, ശാപം മാറും, രോഗം മാറും, സമൃദ്ധി ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്നതായ അഭിവൃദ്ധിയുടെ സുവിശേഷകന്മാർ ഇന്ന് അനേകരുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് കഷ്ടത ദൈവമക്കൾക്ക് ദൈവം അവകാശമായി കൊടുത്തിരിക്കുന്നതായ ഒരു കാര്യമാണെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ കഷ്ടമുണ്ടെങ്കിലും ആ കഷ്ടതയിൽ ഇല്ലാതെയായി പോകുന്നതായ ഒരു കൂട്ടമല്ല ക്രിസ്തീയ വിശ്വാസികൾ. ദൈവത്തിന് സ്തോത്രം. ഇസ്രയേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ അവർ അടിമത്വത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുവെങ്കിലും അവർ ഇല്ലാതാകാൻ ദൈവം അനുവദിച്ചില്ല. അതിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളം എന്നുള്ള നിലയിലായിരുന്നു മോശയ്ക്ക് മരുഭൂമിയിൽ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായത്. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായപ്പോൾ ആ മുൾപ്പടർപ്പ് വെന്തുപോകാതെ അതിൽ തീ കത്തിക്കൊണ്ടിരുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ അർത്ഥമെന്ന് പറയുന്നത്, മുൾപ്പടർപ്പ് കത്തുന്നുവെങ്കിലും അത് ചാമ്പലാകാതിരിക്കുന്നത് പോലെ ഈ ഇസ്രയേൽ ജാതി മിസ്രൈമിന്റെ അടിമത്വത്തിൽ അവർ ആ കഷ്ടതയുടെ തീച്ചൂളയിൽ കിടക്കുന്നുവെങ്കിലും അവർ വെന്തുപോകാതെ, ചാരമായി പോകാതെ ആ തീയുടെ നടുവിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ദർശനത്തിൻ്റെതായ ആ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസികൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, അവർ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, അവർ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, തീച്ചൂളയ്ക്ക് അവരെ ദഹിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയുകയില്ല എന്നുള്ള വാഗ്ദത്തമാണ് ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഓർക്കുക, കഷ്ടത ഇല്ലാതാകുകയല്ല, പിന്നെയോ കഷ്ടതയിൽ കൂടെ കടത്തി വിട്ടാലും ആ കഷ്ടതയിൽ നിലനിൽക്കുവാനുള്ളതായ കൃപ തരുവാൻ വിശ്വസ്തനാണെന്നാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കഷ്ടത ഇല്ലാതാകാൻ വേണ്ടി ക്രിസ്തുവിനെ അനുഗമിപ്പാൻ വേണ്ടി ആരും തുനിയുവാൻ ഇടയാകരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് കഷ്ടമുണ്ട്. ഇങ്ങനെയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. ഉപദ്രവം ഉണ്ടെന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതില്ല എന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുവെങ്കിൽ അവർ ഭോഷ്ക് പറയുകയാണെന്നാണ് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഓർക്കുക, കഷ്ടതയുണ്ട്, പക്ഷെങ്കിൽ കഷ്ടതയിൽ നമ്മൾ സഹിച്ചു നിൽക്കണം, സഹിഷ്ണുത കാണിക്കണം. നമ്മൾ സഹിഷ്ണുത കാണിക്കുമ്പോൾ കർത്താവ് അതിനെ അതിജീവിപ്പാനുള്ളതായ കൃപ തരുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി ആ സ്ഥലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരോട് പറഞ്ഞതായൊരു വാക്യമുണ്ട്, ഒരു വചനമുണ്ട്, നാം ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അതെ, ക്രിസ്തീയ വിശ്വാസികളെ, എന്നെ കേൾക്കുന്നതായ ക്രിസ്തീയ വിശ്വാസികളെ, നിങ്ങൾ ഓർക്കുക, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം കഷ്ടത ഇല്ലാതാകുകയല്ല, കഷ്ടതയിൽ കടന്നു പോകാനുള്ളതായ കൃപ ദൈവം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതായ വ്യക്തി ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥന. അത് തിരുവെഴുത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ സന്തോഷം സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടം സഹിക്കുന്നതായ വ്യക്തി ചെയ്യേണ്ടതായ ഒരു കാര്യമാണത്. എന്ത്? കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണ്? യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതായ കാലത്ത് അവൻ രാത്രിയുടെ യാമങ്ങളിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
ഒലിവുമലയുടെ ചരിവിലായിരുന്നു താൻ മിക്കപ്പോഴും പോയിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചു. പകൽ താൻ ശുശ്രൂഷകൾ ചെയ്യുവാനിടയായി. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുഖ്യ സമയങ്ങളും താൻ പ്രാർത്ഥനയിൽ എന്താണ് ചെയ്തത്? പിതാവായ ദൈവത്തിൽ നിന്നും താൻ കേൾക്കുവാനും കാണുവാനും വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ താൻ ഇരിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ആവശ്യകത എന്തെന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കർത്താവ് ഒരു ഉപമയും പറഞ്ഞത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പിന്നെ പറഞ്ഞു, മനുഷ്യപുത്രന് സംഭവിപ്പാനുള്ള സകലത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനും ഇടയാകേണ്ടതിന് നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങളാണ് കർത്താവ് പ്രധാനമായിട്ടവിടെ പറയുവാനിടയായത്. 1, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. 2, സംഭവിപ്പാനുള്ള സകലത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഇടയാകേണ്ടതിന് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. 3-ാമതായിട്ട് മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീയ നിലനിൽപ്പിന് അവന്റെ ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അവന്റെ ദാഹത്തെ ശമിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. എന്നാൽ അവന്റെ ജീവവായുവാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ. ഒരു മനുഷ്യൻ ജീവിക്കുവാൻ ജീവശ്വാസം എടുക്കുന്നത് പോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രാർത്ഥിക്കണം എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കർത്താവ് പൗലോസ് പറയുകയാണ്. 8-ാമതായിട്ട് നമ്മുടെ കാണുന്നത്, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. അതിഥി സൽക്കാരം എന്നുള്ളത് എന്താണ്? വീട്ടിൽ വരുന്നതായ അതിഥികളെ സൽക്കരിക്കുവാനുള്ളതായ നല്ല മനസ്സ്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ, എഴുത്തുകാരൻ പറയുന്നുണ്ട്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ സംഭവം ഏതാണെന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്രായേലിന്റെ പൂർവ്വപിതാവായ അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോൾ തന്റെ കൂടാരത്തിന് മുമ്പിൽ കൂടെ ഉള്ളതായ ഒരു പെരുവഴിയിൽ കൂടെ 3 പുരുഷന്മാർ നടന്നു വരുന്നതായ കാഴ്ച കണ്ടു. തനിക്ക് യാതൊരു പരിചയമുള്ളതായ വ്യക്തി അല്ലെങ്കിലും വഴിപോക്കരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് അന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലുള്ളതായ ഹോട്ടലുകളോ അങ്ങനെയുള്ളതായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമാണല്ലോ അത്. അതുകൊണ്ട് വഴിയാത്രക്കാരാണ്, ക്ഷീണിച്ചു വരികയാണ്. അവർക്ക് അതുകൊണ്ട് ആഹാരം കൊടുക്കേണ്ടത് ആവശ്യമാണ്, അവർക്ക് വെള്ളം കുടിപ്പാൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്, അവരുടെ ക്ഷീണം തീർക്കേണ്ടത് ആവശ്യമാണെന്ന് അബ്രഹാം മനസ്സിലാക്കിയിട്ട് അവരെ 3 പേരെയും തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. യജമാന്മാരെ, വന്ന് എൻ്റെ വീട്ടിൽ വന്ന് അല്പം വിശ്രമിച്ച് അല്പം വെള്ളം കുടിച്ച് അല്പം ആഹാരം ഭക്ഷിച്ചു പോകാം എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുവാനിടയായി. അവരാരാണെന്ന് അറിയത്തില്ല എങ്കിലും വഴിപോക്കർ എന്നുള്ള നിലയിൽ, സാധാരണക്കാർ എന്നുള്ള നിലയിൽ, പരിചയമില്ലാത്തവരെങ്കിലും അവരെ സൽക്കരിപ്പാനുള്ളതായ തൻ്റെ നല്ല മനസ്സിനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അത് തൻ്റെ ഭാര്യയായ സാറയോട് പറഞ്ഞപ്പോൾ സാറയും വേഗത്തിൽ അബ്രഹാമിനോട് ചേർന്ന് അവിടെ വന്നതായ അതിഥികളെ സൽക്കരിപ്പാൻ താൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. അതല്ലാതെ സാറ ഒരിക്കലും അബ്രഹാം പറഞ്ഞതിനെ വിമർശിക്കുകയോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത മനുഷ്യരെ വീട്ടിൽ വിളിച്ച് കയറ്റി കൊടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിക്കുകയോ ചെയ്യാതെ അബ്രഹാം പറഞ്ഞതായ കാര്യത്തോട് ഏകീകരിച്ചുകൊണ്ട് താൻ ചേർന്നുകൊണ്ട് വന്നവരായ പരിചയമില്ലാത്ത ആളുകളെ സൽക്കരിപ്പാൻ സാറ തയ്യാറായി. എന്നാൽ ഒടുവിൽ മനസ്സിലായി അത് യഹോവയായ ദൈവവും 2 ദൂതന്മാരും കൂടെയാണ് അവിടെ വന്നതെന്ന് അബ്രഹാമിനും സാറായിക്കും മനസ്സിലായി. അതിൻ്റെ അനുഗ്രഹം അവരനുഭവിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കണം. ഒരഗതിയെ കണ്ടാൽ അവനെ ചേർത്തുകൊള്ളുവാൻ നമ്മൾ മടിക്കരുത്. അവനെ സഹായിപ്പാൻ നമ്മൾ മടിക്കരുത്. ഒരഗതിയെ കണ്ടാൽ അവൻ്റെ ആവശ്യം അറിഞ്ഞ് അവനെ സഹായിപ്പാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല അതിഥികളെ സൽക്കരിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. 9-ാമതായിട്ട് പറയുന്നതായ കാര്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ
അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദോഷം ചെയ്യുന്നതായ വ്യക്തികളോട് നമുക്ക് മനസ്സിൽ വിദ്വേഷം ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്നതായ ഒരു സ്വഭാവമാണ്. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരോട് വിരോധം തോന്നുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുവെങ്കിൽ അവരോട് ദോഷം തോന്നരുത്, അവരോട് വിരോധം തോന്നരുത്. നിങ്ങൾക്ക് ഇത് ദോഷത്തിന് പകരമായിട്ട് അവരെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. നിനക്ക് നല്ലതല്ല, നിനക്ക് ഗുണമാകിയില്ല എന്നുള്ളതായ ശാപവാക്കുകൾ പറയരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുവാനിടയായത്. യേശുവിനെ തൻ്റെ കഷ്ടാനുഭവ ദിവസത്തിൽ തന്നെ ക്രൂശിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതായ അവരെക്കുറിച്ച് താൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന എന്തായിരുന്നു? അവൻ പ്രാർത്ഥിച്ച് ഇങ്ങനെയായിരുന്നു: ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിയാൽ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതായ ആ പ്രാർത്ഥനയായിരുന്നു കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് ചെയ്യുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്താൽ എന്താണ് ഉണ്ടാകുക? നമുക്ക് തന്നെ അത് അനുഗ്രഹമായി മാറ്റപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ നമുക്ക് ദോഷം ചെയ്യുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ളതായ ചിന്ത ഏതൊരു മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടായാലും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ആ വചനം ഏറ്റെടുത്ത് അനുസരിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. 10ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. സന്തോഷിക്കുന്നവരോട് സന്തോഷിപ്പാൻ നമുക്ക് തയ്യാറാണ്. എന്നാൽ കരയുന്നവരോടുകൂടെ, അതായത് ദുഃഖിക്കുന്നവരോടുകൂടെ അവരുടെ ദുഃഖത്തിൽ പങ്കുകാരാകുവാൻ നമുക്ക് അധികം താല്പര്യം ഉണ്ടാകുകയില്ല. ദൈവത്തിന് അതിനിങ്ങനെ പറയുന്നു, ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാകുന്നു. വിരുന്ന് വീട്ടിൽ സന്തോഷമുണ്ട്, വിരുന്ന് വീട്ടിൽ ഭക്ഷണമുണ്ട്, വിരുന്ന് വീട്ടിൽ കുടിക്കുവാനുണ്ട്, തിന്നുവാനുണ്ട്, സന്തോഷിക്കുവാനുള്ളതായ വകയുണ്ട്. എന്നാൽ വിലാപഭവനത്തിൽ അതൊന്നുമില്ല. അവിടെ കരച്ചിലും മുറവിളിയും മാത്രമാണ് കേൾക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ വീട്ടിൽ നാം കടന്നു ചെല്ലുന്നത് ആ വീട്ടുകാർക്കൊരാശ്വാസമായി തീരുന്നു, ദുഃഖിക്കുന്നവർക്കൊരാശ്വാസമാകുമെന്നുള്ളത് കൊണ്ട് നാമും ആ ദുഃഖത്തിൽ പങ്കുചേരുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്: സന്തോഷം പങ്കുവെച്ചാൽ അത് ഇരട്ടിയാകും, ദുഃഖം പങ്കുവെച്ചാൽ അത് പകുതിയാകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകും, എല്ലാവരും സന്തോഷിക്കുവാനുണ്ട്. എന്നാൽ മറ്റൊരുവന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ ആ വ്യക്തിയുടെ ദുഃഖം പകുതിയാകുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖത്തെ കുറയ്ക്കുവാൻ, മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുവാൻ നമുക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഇടയാകട്ടെ. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നതായ 10ാമത്തെ കാര്യം. 12 പിന്നെ 11ാമതായിട്ട് പറയുന്നതായ കാര്യം, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ ഐകമത്യമുള്ളവരായി, ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യമാണ് ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഐക്യത നമുക്ക് ആദ്യം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ദൈവിക തൃത്വത്തിൽ തന്നെയാണ് ഐക്യത കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം ഏകനെന്ന് തിരുവെടുത്ത് പറയുന്നു. എന്നാൽ ആ ഏകനായ ദൈവത്തിൽ പിതാവ് എന്നതായ ഒരു വ്യക്തിയും പുത്രൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയും പരിശുദ്ധാത്മാവ് എന്നതായ ഒരു വ്യക്തിയും ഉള്ളതായിട്ട് അനേക വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിപ്പോൾ ദൈവിക തൃത്വത്തെക്കുറിച്ചൊന്നും തെളിയിക്കാൻ വേണ്ടിയല്ല വരുന്നത്. എന്നാൽ ഏക ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. അതെ, നമ്മൾ വിശ്വസിക്കുന്നവനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം, സകലത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം ഏകൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ആ ഏക ദൈവത്തിൽ പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശു ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ഈ 3 വ്യക്തികളും ഏകമായി ഐക്യതയിൽ നിൽക്കുകയാണ്. അതാണ് കർത്താവ് പറയുന്നത്, ഞാനും നീയും പിതാവും ഒന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ 3 വ്യക്തികളും ഒന്നായി നിൽക്കുന്ന ഐക്യത, ആ ഏകത്വം, ആ യൂണിറ്റി, ദൈവത്തിന് സ്തോത്രം, ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ.
അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഉൾക്കൊണ്ടുള്ള രക്ഷ പ്രാപിച്ച ദൈവമക്കളും ഈ ഐക്യത കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും പറയുന്നത്. അവർ ഇരുവരും ഒരു ദേഹമായി തീരും, ഒന്നായി തീരും. രണ്ട് വ്യക്തിയാണ് അവര് എങ്കിലും വിവാഹ ഉടമ്പടിയിൽ കൂടെ അവർ ഒന്നായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അതവരുടെ ഐക്യതയെ കാണിക്കുകയാണ്. ഇതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാകുന്നു, അവർ ഐക്യമായിട്ട് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ദൈവമക്കളും കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. ഞാനും പിതാവേ ഞാനും നീ ഒന്നാകുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസികൾ തമ്മിൽ ഐക്യതയുള്ളവരായി അവർ ഒന്നായി തീരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഐകമത്യമുള്ളവരായി. ഇന്ന് ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തെ നമ്മൾ നോക്കുമ്പോൾ അത് ഏത് സഭയായിരുന്നാലും അവിടെയെല്ലാം ഭിന്നതകളും വഴക്കും വിദ്വേഷവും കയ്പിൻ്റെ അനുഭവങ്ങളും എല്ലാമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തതായ ഒരു കാര്യമാണത്. നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ തമ്മിൽ ഐകമത്യമുള്ളവരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് തമ്മിൽ ഐകമത്യമുള്ളവരായി തീരുവാനിടയാകട്ടെ. എല്ലാ ഭിന്നതകളും ഈ ഭിന്നത വെച്ചുകൊണ്ട്, ഈ വിദ്വേഷം വെച്ചുകൊണ്ട്, പരസ്പരം കേസ് കൊടുത്തുകൊണ്ട്, പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ഭിന്നതയോടെ അവിടെ ഇരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഭിന്നതയുള്ളവർക്ക് അവിടത്തെ ചെല്ലാൻ കഴിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൽ ക്രിസ്തുവിലുള്ളവരായ ഓരോ വ്യക്തികളും തമ്മിൽ ഐക്യതയുള്ളവരായിരിക്കണം. ഇവിടെ തന്നെ ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങേയെന്ന ഐക്യമത്യമുള്ളവരായിട്ടിരിക്കാൻ കഴിയത്തുള്ളല്ലോ. അതുകൊണ്ട് ആ ഐക്യത നാം ഒരു ശരീരത്തിൻ്റെ അവയവം എന്നുള്ള നിലയിൽ, സഹോദരന്മാരെന്നുള്ള നിലയിൽ ഈ ഭിന്നതകളും വഴക്കുകളും പിണക്കങ്ങളും കേസുകളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതിൽ നിന്നെല്ലാം പിന്തിരിയണമെന്നാണ് എനിക്ക് ഈ സമയം ഓർപ്പിക്കുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായല്ലോ, ഈ വചനങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കളോടുള്ള വചനങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരോട് ആരോടുമല്ല ഞാൻ പറയുന്നത്. ദൈവമക്കളെന്ന്, ക്രിസ്തീയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നതായ വ്യക്തികളോടാണ് ഈ ദൂത് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ, ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ കാണുന്നതായ ഒരു സ്വഭാവമാണത്. ഞാനാണ് വലിയവൻ എന്നുള്ളതായ ആ ഒരു ഭാവം ഇന്ന് ആത്മീയ മണ്ഡലത്തിലുള്ള ക്രിസ്തീയ വിശ്വാസികളിടയിൽ ഉള്ളതായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ വലിപ്പം ഭാവിക്കുന്ന അനുഭവം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് പാടുള്ളതല്ല. അതാണ് ദൈവവചനം പറയുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസി താഴ്മയും വിനയമുള്ളവനായിരിക്കണം. എന്തുകൊണ്ടാണ് അധികാരത്തിന് വേണ്ടിയുള്ളതായ മത്സരം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാനാണ് വലിയവനെന്ന് ഞാൻ ചിന്തിക്കുന്നു, അടുത്തയാളും ചിന്തിക്കുന്നു ഞാനാണ് വലിയവനെന്ന്. ഇത് ഹാമാൻ പറഞ്ഞതുപോലെയുള്ളതായ വാക്കുകളാണ് ഓരോ വിശ്വാസിയിൽ നിന്നും ഉണ്ടാകുന്നത്. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ആരാണ്? അത് ഞാനല്ലാതെ വേറെ ആരാണ് എന്നുള്ളതായ ചിന്ത ഹാമാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ പറയുന്നത്, ഞാനാണോ വലിയവൻ. അതുകൊണ്ട് ഈ സഭയുടെ അമരത്ത് വരുവാൻ, ഈ സഭയുടെ ലീഡറായിരിക്കാൻ ഞാനല്ലാതെ വേറൊരു യോഗ്യതയുള്ള ആളില്ല. അങ്ങനെ പലര് വരുമ്പോൾ അവിടെ എന്താകുന്നു? ഭിന്നതയാകുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദം പറയുന്നത് ഇങ്ങനെയാണ്, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കരുത്. വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, വലിപ്പം ഭാവിക്കരുത്. പിന്നെ എന്താ വേണ്ടത്? വലിപ്പം ഭാവിക്കാതെ ഐക്യമത്യത്തോടുകൂടെ എളിയവരോട് ചേർന്ന് കൊള്ളണം. പണമുള്ളവരോടും സ്ഥാനമുള്ളവരോടും ചേരാൻ അല്ല തിരുവെഴുത്ത് പറയുന്നത്. പിന്നെ എളിയവരോട് ചേർന്ന് കൊള്ളുക. പിന്നെ അടുത്ത് പറയുന്നു, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ഞാൻ വലിയവനാണെന്നും ഞാൻ ബുദ്ധിമാനാണെന്നും ഉള്ളതായ ചിന്തയൊക്കെ അങ്ങ് മാറ്റിവെക്കുക. അറിയേണ്ടതുപോലെ ഒന്നും നീ അറിഞ്ഞിട്ടില്ല എന്നുള്ളതായ ആ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. അടുത്തത് പറയുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. മുമ്പേ നമ്മൾ ഓർക്കുകയുണ്ടായി, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്ന് പറയുകയുണ്ടായി.
ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തിന്മ ചെയ്താൽ, തിന്മയായത് ചെയ്താൽ അതിന് പകരം നിങ്ങൾ തിന്മ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെന്താ വേണ്ടത്? സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ ആ തിന്മകൾ കൂടിക്കൊണ്ടേയിരിക്കും, ആ പ്രതികാരം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നതായ പരേതനായ ബഹുമാന്യനായ ഞങ്ങളൊക്കെ സാറപ്പച്ചൻ എന്ന് വിളിക്കുന്നതായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ K.E. എബ്രഹാം അവറുകൾ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞതായ ഒരു കാര്യം തൻ്റെ ആത്മകഥയിൽ ഞാൻ വായിക്കുവാനിടയായിട്ടുണ്ട്. തൻ്റെ ഭവനത്തിൻ്റെ അടുത്തുള്ളതായ ഒരു വ്യക്തിയും വളരെ ചെറുപ്രായത്തിൽ തമ്മിൽ അവരവരുടെ പറമ്പിൽ കിടക്കുന്നതായ കല്ലുകൾ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ പറമ്പിലെ കല്ല് അപ്പുറത്തെ പറമ്പിലിടുകയാണ്, അവിടുത്തെ കുട്ടി അവിടുത്തെ കല്ല് ഇങ്ങേ പറമ്പിലിടുകയാണ്. ഇങ്ങനെ പാസ്റ്റർ K.E. എബ്രഹാമും അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ അയൽക്കാരനായ ഒരു മകനും തമ്മിൽ ഇങ്ങനെ എറിയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പുരയിടത്തിൽ കല്ലുകൾ കിടക്കരുത്, അത് അടുത്ത എൻ്റെ പുരയിടത്തിൽ പോകട്ടെ എന്നാണ് ഇദ്ദേഹം എറിയുന്നത്. അവരും അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചറിയുകയാണ്. ഈ ഏറിങ്ങനെ മൂത്തുകൊണ്ടിരുന്നപ്പോൾ കുറയുന്നില്ലെന്ന് കണ്ടപ്പോൾ പാസ്റ്റർ K.E. എബ്രഹാമിൻ്റെ പിതാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മോനെ, നമ്മുടെ പറമ്പിലെ കല്ലൊന്നും എടുത്ത് കളയരുത്, ആ കല്ലിനകത്ത് ഇരുമ്പുണ്ടെന്ന് സയൻസ് പറയുന്നുണ്ട്, അതുകൊണ്ട് അപ്പുറത്തെ കല്ലെല്ലാം നമ്മുടെ പറമ്പിൽ വീഴട്ട്, നമ്മുടെ കല്ലുകളൊന്നും കളയണ്ട എന്ന് പറഞ്ഞ് സാറിനെ വിലക്കി. അപ്പോൾ സാറിന് മനസ്സിലായി, അയ്യോ, വിലപ്പെട്ട ഇരുമ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പറമ്പിൽ ഇരുമ്പ് കളയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഏറ് നിർത്തിയപ്പോൾ മറ്റേ വീട്ടിലെ പയ്യനും എന്ത് ചെയ്തു? ഏറ് നിർത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ഏറ് തുടർന്നുകൊണ്ടേയിരിക്കും. തിന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തിന്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു വ്യക്തി തിന്മ ചെയ്യാതെ അതിന് പകരം ഒരു നന്മ ചെയ്താലോ ആ തിന്മ ചെയ്യുന്നവൻ്റെ പ്രവൃത്തിയോടെ അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ആർക്കും തിന്മയ്ക്ക് പകരം ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നതായ പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്. എല്ലാ മനുഷ്യരോടും സമാധാനമായിരിക്കണം. ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടിയത്. ഒരു ക്രിസ്തീയ വിശ്വാസി എല്ലാ മനുഷ്യരോടും സമാധാനം പാലിക്കുന്നവനായിരിക്കണം. അതേക്കുറിച്ച് ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, കഴിയുമെങ്കിൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന്. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആരെ ഒഴിവാക്കാൻ പാടില്ല. ജാതി വ്യത്യാസം കൂടാതെ എല്ലാരോടും സമാധാനമായിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഒരു ക്രിസ്ത്യാനിയെ പഠിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടതായ കാര്യം, എല്ലാ മനുഷ്യരോടും സമാധാനമായിരിക്കുവാൻ അവൻ കടപ്പെട്ടവനാണ്, ഉത്തരവാദിയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ടുള്ളതായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞതിനോട് ചേർന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ നമുക്കൊരാൾ ദോഷം ചെയ്യുമ്പോൾ, തിന്മ ചെയ്യുമ്പോൾ, നമ്മളെ ശപിക്കുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യുവാൻ നമ്മൾ തുനിയരുത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. ഇതാണ് കർത്താവ് തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതായ ഉപദേശത്തിൽ പറയുന്നത്. അവൻ പറയുകയാണ്, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുപ്പീൻ. ദൈവത്തിൻ്റെ കോപത്തിന് ഇടം കൊടുക്കുക. നമ്മളവിടെ പ്രതികാരം ചെയ്യണ്ട. നമ്മുടെ നീതിന്യായ കോടതി പോലും അല്ലെങ്കിൽ നമ്മുടെ നിയമം പോലും പറയുന്നത്
നമുക്കൊരാൾ ദോഷം ചെയ്താൽ ആ ആളിനോട് പ്രതികാരം ചെയ്യാൻ പോകരുത്. നമുക്കുള്ള പരാതി നമ്മൾ അധികാരികളുടെ സ്ഥാനത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രതികാരം ചെയ്താൽ അതിൻ്റെ ശിക്ഷ അവർക്കും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിയമം പറയുന്നതും നമ്മൾ പ്രതികാരം ചെയ്യേണ്ട, നമ്മൾക്കൊരാൾ ദോഷം ചെയ്താൽ നമ്മൾ പ്രതികാരം ചെയ്യുന്നതിന് പകരം നമ്മൾ നീതിന്യായ കോടതിയിലോ അധികാരികളുടെ പോലീസുകാരുടെ അടുക്കലോ നമ്മൾ പോയി നമ്മുടെ പരാതി സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമം പോലും പറയുന്നത്. വിശുദ്ധ ബൈബിളും പറയുന്നു, നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. എന്നിട്ട് സദൃശവാക്യത്തിൽ നിന്ന് ഒരു വാക്യം അപ്പോസ്തലനോട് ഉദ്ധരിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 25, 21, 22 വാക്യങ്ങളാണത്. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. പഴയ നിയമ പ്രമാണവും അത് തന്നെയാണ്. പഴയ നിയമത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുത്തപ്പോഴും അതാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. ചുമടിന് കീഴിൽ അവന്റെ കാള കിടക്കുന്നത് കണ്ടാൽ, വണ്ടി വലിച്ചു കൊണ്ടുപോകുമ്പോൾ, ഭാരമുള്ള വണ്ടിയും കൊണ്ടുപോകുമ്പോൾ വണ്ടിയുടെ കീഴിൽ വലിച്ചു കൊണ്ടുപോയ കാള വീണു. ആ ഭാരമുള്ള വണ്ടിയായതുകൊണ്ട് കൊണ്ടുപോയവന് തന്നെ എടുക്കാൻ പറ്റുന്നില്ല, അതിന്റെ ശത്രുവാണ്. എന്നാൽ ആ കാള നിന്റെ ശത്രു അല്ലല്ലോ. അതുകൊണ്ട് നീ ആ കാളയെ രക്ഷിപ്പാൻ വേണ്ടി, അതിന്റെ കീഴിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ നീ അവനെ സഹായിക്കണം. ഇതാണ്, അതിനെ അഴിച്ചുവിടാൻ വേണ്ടി സഹായിക്കണമെന്നാണ് പഴയ നിയമ പ്രമാണത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഒരു തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അവിടെ തീക്കനൽ കുന്നിക്കുമെന്നുള്ളതായ ആ വാക്ക്, ആ വചനം അവന്റെ മേൽ വരുന്നതായ ആ എന്തോ ന്യായവിധിയെ കണ്ട് നിനക്ക് സന്തോഷിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ പുരാതന ഇസ്രായേലിന്റെ രീതികൾ, അവരുടെ ആചാരങ്ങളിൽ ഒരു പ്രത്യേക ആചാരം ഇങ്ങനെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി അവൻ താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ആഴമായി പശ്ചാത്തപിക്കുകയോ കുറ്റബോധമുള്ളവനായി തീരുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പരസ്യ പ്രകടനം എന്നുള്ള നിലയിൽ തീക്കനൽ വാരി ആ വ്യക്തിയുടെ തലയിൽ അവൻ തന്നെ ഇടുമായിരുന്നു. എന്തിനാണ് അങ്ങനെ തീക്കനൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ആ തീക്കനൽ വീഴുമ്പോൾ ഉണ്ടാകുന്നതായ വേദന അത് നമുക്ക് മനസ്സിലാകുമല്ലോ. തീക്കനൽ തലയിൽ വീണാലുള്ളതായ വേദന എന്താണെന്ന്. ആ തീക്കനൽ തലയിൽ വീണപ്പോൾ ഉണ്ടാകുന്ന വേദന പോലെ തന്നെ അവൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് അവന് ആഴമായ വേദനയുണ്ട്, അതിനെക്കുറിച്ച് പശ്ചാത്താപമുണ്ട്, അതേക്കുറിച്ച് ലജ്ജയുണ്ട്, അതിലെനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് എന്ന് പരസ്യമായി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ ആ കനൽ വാരി തലയിലിട്ടിരുന്നത്. അപ്പോൾ ഒരുത്തൻ കുറ്റം ചെയ്തു, ആ കുറ്റത്തെക്കുറിച്ച് അവന് ബോധം വന്നപ്പോൾ അവനത് പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? അവൻ്റെ ആ പ്രകടനം മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി അവൻ തീക്കനൽ കോരി അവൻ്റെ തലയിലിടും. അങ്ങനെ ഇടുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം അവൻ ആ തെറ്റിനെ കുറിച്ച് അവന് ബോധമുണ്ട്, അവന് പശ്ചാത്താപമുണ്ട്, അതിൽ വേദനിക്കുന്നു. അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തീക്കനൽ കാണിക്കുന്നത് അവനുണ്ടാകുന്നതായ ആഴമായ വേദനയാണ്. അവൻ ചെയ്ത തെറ്റിലുള്ളതായ ആഴമായ വേദന വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ ആ തീക്കനൽ തലയിലിടുന്നത്. അപ്പൊ അങ്ങനെ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് തീക്കലിടുന്നത്. അപ്പൊ ഇവിടെ അവന്റെ തലമേൽ തീക്കലിൽ കുന്നിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, നിനക്ക് തിന്മ ചെയ്യുന്ന ഒരുവന് നീ തിന്മ ചെയ്താൽ അവൻ പിന്നെയും തിന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അവൻ നന്മയാൽ ആ തിന്മയെ ജയിക്കാൻ നീ തയ്യാറായാൽ, അവന് നന്മ ചെയ്യുവാൻ നീ ദോഷം ചെയ്ത വ്യക്തിക്ക് നീ നന്മ ചെയ്യുവാൻ തയ്യാറായാൽ ആ ദോഷം ചെയ്ത വ്യക്തിക്ക് ലജ്ജ തോന്നും. ലജ്ജ തോന്നിയിട്ട് അവൻ ചിന്തിക്കും, അയ്യോ ഞാൻ അവനോട് ചെയ്യേണ്ടിയില്ലായിരുന്നല്ലോ, ഞാനിതൊക്കെ അവനോട് ചെയ്തിട്ടും അവൻ എന്നോട് തിരിച്ച് ചെയ്യുന്നില്ലല്ലോ, തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളതായ ചിന്ത അവനുണ്ടായിട്ട് അവന് പശ്ചാത്താപം ഉണ്ടാകും. അങ്ങനെ പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ അവന് മനസ്സിന് വേദന ഉണ്ടാകും. അപ്പൊ തീക്കനൽ കുന്നിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ തീക്കനൽ തലയിടുന്നത് പോലെ തന്നെ അവന് പശ്ചാത്താപം ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായ ആ പ്രയോഗത്തിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. പ്രവാചകനായ ഏലീശയുടെ അടുക്കൽ ഏലീശയെ പിടിക്കാൻ വേണ്ടി അരാം രാജാവ് ഒരു സൈന്യത്തെ അയച്ചു. അങ്ങനെ അവന്റെ വീടിരുന്നതായ മലയുടെ ചുറ്റിലും വന്ന് വളഞ്ഞു.
സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇസ്രായേൽ രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അരാം രാജാവ് വന്നപ്പോൾ അവർ വരുന്നതായ വഴികൾ ഏലിശാ പ്രവാചകൻ ദൈവാത്മാവിൽ മനസ്സിലാക്കിയിട്ട് രാജാവിനെ അറിയിക്കും. അങ്ങനെ രാജാവിനെ അറിയിച്ചിട്ട് രാജാവ് അവിടേക്ക് സൈന്യങ്ങളെ അയച്ച് അരാം രാജാവിൻ്റെ വരവിനെ തടയും. അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ വന്നപ്പോഴൊക്കെയും ഈ പ്രവാചകനായ ഏലിശ ഇസ്രായേൽ രാജാവിനെ വിവരമറിയിക്കുകയും അങ്ങനെ ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അവിടേക്ക് അയച്ച് അവരെ തടയുകയും ചെയ്തു. അപ്പോൾ അരാം രാജാവിനൊരു സംശയമുണ്ടായി, ആരാണ് എൻ്റെ ഈ ആലോചന, ഞാൻ രഹസ്യമായി ചെയ്യുന്ന കാര്യം ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് എന്ന് തൻ്റെ ജനത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരുമല്ല, ഇസ്രായേൽ തന്നെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന ഏലിശയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഏലിശയെ പിടികൂടണമല്ലോ എന്നുള്ള നിലയിൽ രാത്രിയിൽ ഏലിശ പാർത്തിരുന്നതായ ഇടം മനസ്സിലാക്കി ഏലിശയുടെ വീടിനെ സൈന്യം വന്ന് വളയുവാനിടയായി. അങ്ങനെ അതിരാവിലെ തൻ്റെ ബാല്യക്കാരനായ ഗേഹസി തൻ്റെ ബാല്യക്കാരൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാ സൈന്യം വന്ന് വളഞ്ഞിരിക്കുന്നതായ കാഴ്ച കണ്ടു. ഗേഹസി പോയതിന് ശേഷം അടുത്ത ബാല്യക്കാരനാണിത്. അങ്ങനെ കണ്ടപ്പോൾ അവൻ, അയ്യോ യജമാനെ, ഇതാ സൈന്യം വന്ന് നമ്മളെ വളഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ഏലിശ പ്രാർത്ഥിച്ചു, അവൻ്റെ കണ്ണ് കാണത്തക്കണോ, അവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വലിയ ദൂതന്മാരുടെ സൈന്യങ്ങൾ അവർക്ക് ചുറ്റും സംരക്ഷണത്തിനായിട്ട് നിൽക്കുന്നതായ കാഴ്ചയും കാണുവാനിടയായി. എന്നിട്ട് ഏലിശ ഈ സൈന്യത്തെ അന്ധത പിടിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്നും അവർക്ക് അന്ധത പിടിച്ചുവെന്നും അവരെ ശമരിയിലേക്ക് നടത്തിക്കൊണ്ടുപോയി രാജാവിന് മുമ്പിൽ കൊണ്ട് അവരെ നിർത്തി. എന്നിട്ട് അവരുടെ കണ്ണിന് കാഴ്ച ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അരാം സൈന്യം ശമരിയ പട്ടണത്തിന് നടുവിൽ രാജകൊട്ടാരത്തിന് മുമ്പിലാണെന്നുള്ളത് വസ്തുത മനസ്സിലാക്കി. അവർ ഭയന്നു, ഞങ്ങൾ അന്യരാജ്യത്ത് ശത്രുവിൻ്റെ നടുവിലായിപ്പോയല്ലോ എന്ന് ഭയന്ന് അവർ വിറച്ചു നിൽക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞു, ഇവരെ ഞാനിപ്പോൾ വെട്ടിക്കളഞ്ഞേക്കാം, അവർ നമ്മളെ നശിപ്പിക്കാൻ വന്നാണ്, അവരെ കൊന്നുകളഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഏലിശ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഏലിശ പറഞ്ഞു, പാടില്ല, നമ്മൾ അവരെ യുദ്ധം ചെയ്ത് പിടിച്ചവരല്ല, അവരെ നമ്മളിവിടെ കൊണ്ടുവന്നുവെങ്കിലും അവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്ത് അവരെ സന്തോഷമായിട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞു. ആർക്കാണ് ഈ ആഹാരം കൊടുക്കുന്നത്? ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഏലിശയെ കൊന്നുകളയുവാൻ വേണ്ടി വന്നതായ ശത്രുവിൻ്റെ സൈന്യമാണിത്. ആ സൈന്യത്തിന് ആഹാരം കൊടുത്ത് അവരെ തൃപ്തരാക്കി പറഞ്ഞയക്കാനാണ് ഏലിശ അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത ഭാഗം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ആഹാരം ഭക്ഷിച്ചു, കുടിച്ചു, തൃപ്തരായി, അവർ സമാധാനത്തോടെ മടങ്ങിപ്പോയി. എന്നാൽ അവർ കുറെ കാലത്തേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്നില്ല. കാരണം നന്മയാൽ തിന്മയെ ജയിച്ചു. കൊല്ലാൻ വന്നതായ അരാമ്യ സൈന്യത്തിന് ആഹാരം കൊടുത്ത് ഏലിശ അവരെ പറഞ്ഞയച്ചു. അവർ ലജ്ജിതരായി പോയി. പിന്നെ ഈ ദേശത്തേക്ക് കുറെ കാലത്തേക്ക് വന്നില്ല എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഓർക്കുക, നന്മയാൽ തിന്മയെ ജയിക്കുക. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവൻ തന്നെ ലജ്ജിപ്പാനും അവൻ പശ്ചാത്തപിപ്പാനും ഉള്ളതായ അവസരമുണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഒരു ക്രിസ്തീയ വിശ്വാസി ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതായ ഏതാണ്ട് 14 കൂട്ടം കാര്യങ്ങൾ ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്. അവിടെ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ വചനങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ സർവശക്തനായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കേട്ടതായ ഈ വചനത്തിനു മുമ്പിൽ അടിയനെയും കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും ഇനിയും കേൾക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളിൻ പ്രകാരം ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ പിതാവെ കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.